അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബാബി അറിയാൻ കഴിയുമായിരുന്നെങ്കിൽ പ്രവാചകന്റെ ജീവിതത്തിൽ വല്ല പ്രയാസം ഉണ്ടാകുമായിരുന്നോ? ഹദീസിന്റെ താളുകളിൽ നമ്മളെ മുമ്പരപ്പെടുത്തുന്ന ഒരു സംഭവം കാണാം. ബിഉർ മൗന എന്നാണ് അതിന്റെ പേര്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കൂടെ ചെറുപ്പത്തിലെ ഖാദിമായി പ്രവാചകന്റെ കൂടെ കൂടിയ ചെറുപ്പക്കാരനാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. ബിഉർ മൗനയുമായി ബന്ധപ്പെട്ട് ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സങ്കടപ്പെട്ട പോലെ ജീവിതത്തിന്റെ മറ്റൊരു സന്ദർഭത്തിലും പ്രവാചകൻ പ്രയാസപ്പെട്ടിട്ടില്ലെന്നാണ്. ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് റിഅൽ, ദക്വാൻ എന്ന പേരുള്ള 2 ഗോത്രങ്ങളിൽ നിന്ന് ശത്രുക്കൾ വേഷം മാറി റസൂലുള്ളാഹിന്റെ അടുക്കൽ വരുന്നു. എന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, പ്രവാചകരെ, ഞങ്ങളുടെ നാട്ടിൽ ഖുർആൻ പഠിപ്പിക്കാൻ ആരുമില്ല, ഖുർആൻ അറിയുന്ന ദീൻ അറിയുന്ന ആളുകൾ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ ക്ലാസ് എടുക്കാൻ കുറച്ച് ആളുകളെ വിട്ടുതരണം റസൂലേ. പ്രവാചകൻ നിറഞ്ഞ മനസ്സോടുകൂടി സന്തോഷത്തോടുകൂടി 70 ഹാഫിളീങ്ങളായ സ്വഹാബിമാരെ അവരുടെ കൂടെ അയച്ചു. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കൺമാഞ്ഞ നിങ്ങളുടെ കൽബകമെന്നോവർ എന്ന ആ പ്രശംസ റസൂലുള്ളാഹിക്ക് ഉണ്ടാകുമായിരുന്നെങ്കിൽ ആ ശത്രുക്കൾ അവരുടെ മനസ്സറിയാൻ അല്ലാഹുവിന്റെ റസൂലിന് കഴിയണമായിരുന്നു. വേഷം മാറി വന്നത് ശത്രുക്കളാണെന്ന് റസൂലുള്ളാഹിക്ക് അറിയണമായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന് അറിയാൻ കഴിഞ്ഞില്ല. പ്രവാചകൻ നിറഞ്ഞ മനസ്സോടുകൂടി 70 ഹാഫിളീങ്ങളായ സ്വഹാബിമാരെ അവരുടെ കൂടെ അയച്ചു. എന്നാൽ യാത്രാമധ്യേ ശത്രുക്കൾ തനി സ്വഭാവം കാണിച്ചു. 70 ഹാഫിളീങ്ങളായ സ്വഹാബിമാരെയും കടുത്തറുത്ത് ദാരുണമായി കൊലപ്പെടുത്തി ഒരൊറ്റ കിണറിലിട്ട് മൂടിക്കളഞ്ഞു. ആ സ്വഹാബത്തിനെ പീഡിപ്പിച്ച് കൊല്ലുന്ന സന്ദർഭത്തിലും അല്ലാഹുവിന്റെ റസൂൽ ഈ വാർത്ത അറിഞ്ഞില്ല. റസൂലുള്ളാഹിക്ക് ബാബി അറിയാൻ കഴിയുമായിരുന്നെങ്കിൽ, മറഞ്ഞ വിഷയം അറിയാൻ റസൂലുള്ളാഹിക്ക് കഴിവുണ്ടാകുമായിരുന്നെങ്കിൽ, ആ തന്റെ അനുചരന്മാരെ അറുത്ത് കൊല്ലുന്ന സന്ദർഭത്തിലെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ ഈ വാർത്ത അറിയണമായിരുന്നു. 3 ദിവസത്തിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹ്യുമായി വന്നപ്പോഴാണ് റസൂലുള്ളാഹി വിവരം അറിയുന്നത്. ഇത് കേട്ടതോടുകൂടി റസൂലുള്ളാഹിക്ക് മാനസികമായി ശാരീരികമായി വലിയ പ്രയാസമുണ്ടായി. 5 വക്ത് നേരത്തെ നമസ്കാരത്തിലും റസൂൽ വിങ്ങുന്ന ഹൃദയത്തോടുകൂടി കരഞ്ഞു കലങ്ങിയ കണ്ണുമായി റബ്ബിലേക്ക് കൈ ഉയർത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. 3 മാസകാലത്തോളം ആ പ്രാർത്ഥന തുടർന്നു എന്ന് ഹദീസുകളിൽ കാണാം. അവസാനം റസൂലുള്ളാഹി പ്രാർത്ഥന അവസാനിപ്പിക്കാൻ വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാനിൽ ആയത്ത് അവതരിക്കേണ്ടി വന്നു. പ്രവാചകരെ, നിങ്ങൾ ഇങ്ങനെ ശക്തമായി അവർക്കെതിരെ പ്രാർത്ഥിക്കേണ്ടതില്ല. അവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടത് പടച്ച റബ്ബാണ്, അല്ലാഹുവാണ്. ആ ആയത്ത് ഇറങ്ങിയതോട് കൂടിയിട്ടാണ് റസൂലുള്ളാഹി പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്. പ്രവാചകനെ മാനസികമായി ശാരീരികമായി വളരെ വലിയ പ്രയാസത്തിലാക്കിയ സംഭവം ബിഉർ മൗന എന്ന പേരിൽ ചരിത്ര താളുകളിൽ കാണാം. ഈ വിഷയത്തെക്കുറിച്ചാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഏറ്റവും കൂടുതൽ പ്രവാചകന് പ്രയാസപ്പെട്ട സന്ദർഭമെന്ന് രേഖപ്പെടുത്തിയത്. റസൂലുള്ളാഹിക്ക് ബാബി അറിയുമായിരുന്നെങ്കിൽ, വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായ ബോധമുള്ളവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെങ്കിൽ, തന്റെ 70ഓളം വരുന്ന പ്രിയപ്പെട്ട അനുചരന്മാരെ റസൂൽ കൊലക്ക് കൊടുക്കുമായിരുന്നോ? നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ, ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ.